ഓരോരോ ശീലങ്ങളും. കണക്കം തീർക്കാൻ കടല പായസം. അമ്മമാർക്കല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയൂ. ഉം. അമ്മയ്ക്കത് ഉറപ്പുണ്ടെങ്കിൽ നീ ഇത് ഉണ്ടാക്കി കൊടുക്ക്. ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ എനിക്കത് അറിയണ്ടേ? പിന്നെ നീ അമ്മയോട് പറഞ്ഞതോ എനിക്കറിയാന്ന്. അത് ഇതുപോലും അറിയില്ല എന്ന് പറഞ്ഞ അത് പിന്നെ മോശമല്ലേ ചേച്ചി? അതെ, ആരും കാണാതെ കുറച്ച് കടലപ്പായസം ഉണ്ടാക്കി തരാൻ പറ്റുമോ? പിന്നെ പായസം ഉണ്ടാക്കി തരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കരുത്. പറ്റുമോ ഇല്ലയോ? ഓ ചെയ്യാമേ. പായസം ഉണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാലേ പെട്ടെന്ന് ഉണ്ടാക്ക. ഇനി അത് ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നം തീരുമെങ്കിൽ അങ്ങ് തീർന്നോട്ടെ. നീ എന്താ മോൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് പരിഹരിക്കാതെ വീണ്ടും വീണ്ടും സംസാരിച്ച്. എന്റെ പൊന്നു ചേച്ചി, ഉപദേശമൊക്കെ മതി. അതെ, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയേ. ഇത് എന്നാലും എത്ര നേരം എടുക്കും? ഒരു അരമണിക്കൂർ എടുക്കും. ഓ, ഇനി അത് തിളയ്ക്കുന്നവരെ ഞാനിവിടെ കാവല് നിൽക്കണോ അല്ലേ? ഓ, കണിമംഗലം രാജകുമാരന്റെ അമൃതയത്ത്. കൽപ്പനെ, നമുക്കൊരു പൂരം കാണാൻ പോയാലോ? അതിന് ഇക്കാലത്ത് എവിടുന്നാ ചെറിയമേ പൂരം? പൂരം കാണാനേ എന്തിനാ പുറത്തു പോകുന്നേ? നമ്മുടെ വീട്ടില് ഇപ്പൊ നടക്കുന്ന വിശേഷാൽ പൂരമല്ലേ? എന്താ ചെറിയമേ, എന്തോ ഒരു കൊളുത്ത് വീണ് കിട്ടിയ പോലുണ്ടല്ലോ. കമ്പനിയിലെ വരുൺ തോറ്റുപോയതിന്റെ ക്ഷീണം മാറ്റാൻ ഏട്ടത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആരോട്? പ്രിയങ്കയോട്. വരുണിന് ഇഷ്ടപ്പെട്ട കടല പായസം ഉണ്ടാക്കി കൊടുക്കാൻ. പായസം ഉണ്ടാക്കുന്നത് രാധികയാ. അതുമായിട്ടേ പ്രിയങ്ക ഇപ്പൊ വരുണിന്റെ മുറിയിലോട്ട് പോവും. നമുക്കും വെറുതെ അവിടെ പോയി നിക്കാം. കാണികളായിട്ട് നിക്കുന്നത് ഒരു രസമല്ലേ? നമ്മൾ അവിടെ ഇല്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിപ്പിക്കാൻ പറ്റും. ശരിയാ, നീ വാ. വീണ് കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാൻ പാടില്ല. വാ. വരുൺ, ഇത് വരുണിന് വളരെ പ്രിയപ്പെട്ട കടലപ്പായസമാണ്. ഞാനുണ്ടാക്കിയതാ. ആര് പറഞ്ഞു എനിക്കിത് ഇഷ്ടമാണ്? അമ്മ. കുഞ്ഞുനാളിലെ ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും, വലുതാവുമ്പോൾ അതൊക്കെ മാറുകയും ചെയ്യും. അത് വരുൺ വെറുതെ പറയുന്നതാ. വരുണിന്റെ ശീലങ്ങൾ എന്ത് മാറിയാലും അത് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇതൊന്ന് കുടിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവരുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കിയെടുക്കാൻ താൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയാവുന്ന അത്ര പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നല്ല മൂഡിലല്ല പ്രിയങ്ക. ഒരു ബഹളം ഒഴിവാക്കാൻ താൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അതെന്താ, നിനക്കത് കുടിച്ചു നോക്കിയാലേ? മോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഒരു പായസം ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാടൊന്നും അമ്മ വിശദീകരിച്ച് പറയണ്ട. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നീ അത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടോ? എന്ത് കാര്യത്തിനും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ വരും? ശരി, ഇനിയിപ്പോൾ ഇത് ഞാൻ കുടിക്കാത്തതുകൊണ്ട് ഇവിടെ പുതിയ പ്രശ്നങ്ങളൊന്നും വേണ്ട. തന്നേക്ക്. താങ്ക്സ് വരുൺ.
കാര്യം ചെയ്യുമ്പോൾ അല്പം വൃത്തിയും വെടുപ്പിലൊക്കെ ചെയ്തുകൂടെ? ഇതിന് മധുരമില്ല. എനിക്കിത് കുടിക്കാൻ പറ്റില്ല. വരുൺ, ഞാൻ മധുരം നോക്കിയതാണല്ലോ. അതിന് മധുരം ഉണ്ട്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തനിക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്കിത് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. മധുരം ഇല്ലാത്ത കുഴപ്പമല്ലേ ഉള്ളൂ. അത് കുറച്ച് പഞ്ചസാര ഇട്ടാ മാറുമല്ലോ. രാധികേ, അതെടുത്തോണ്ടേ നീ പഞ്ചസാര ഇട്ട് കൊടുക്ക്. എന്താ നീ മടിച്ചു നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? അതെന്തിനാ അവളെ കൊണ്ട് ചെയ്യിച്ചത്? പ്രിയങ്ക മോള് ചെയ്യുമല്ലോ. അവളെ കൊണ്ട് ചെയ്യിക്കുന്നതില് കാര്യമുണ്ടേടത്തി. അത് ഞങ്ങള് കാണിച്ചു തരും. നീ എന്തായി കാണിക്കാൻ പോന്നേ? മധുര ഇടാൻ. മധുര ഇടണ്ട. ആ പഞ്ചസാര പാത്രം അവിടെ വെച്ചിട്ട് കുറച്ചുപ്പ് അങ്ങോട്ടിട്ടെ. ഉപ്പോ? നീ ഞങ്ങൾ പറയുന്ന കേട്ടാ മതി. ആ ഉപ്പെടുത്ത് അതിൽ കലക്കടി. അല്ല, ഞാൻ ഉപ്പ് ഞാൻ പിന്നെ നീ എന്താ കരുതിയേ? ഈ കൈപുണ്യം വരുണിന് ബോധ്യപ്പെടാൻ വേണ്ടിയാ ഈ ചുമതല നിന്നെ ഏൽപ്പിച്ചു തന്നു. വരുൺ നിന്നെ വെറുക്കാനും പ്രിയങ്കയോട് അടുക്കാനും ഇതൊരു നല്ല കാരണം. ആ ഉപ്പിന്റെ പാത്രം എടുക്ക്. എടുക്കാൻ. എന്താ അടി നോക്കി നിക്കുന്നേ? അതിലോട്ടാ ഉപ്പിടാൻ. ചെയ്യടി. ശരിമേ. ചെറുമേ, ഇങ്ങനെ കുടിച്ച് ചിലപ്പോ ഛർദിക്കും. ഓയ്യോ, ഛർദിക്കട്ടെ. അപ്പോ അവൻ കരുതും നീ ബോധപൂർവ്വം അത് ചെയ്തതാണെന്ന്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടായ ബോധപൂർവം തന്നെയാന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. നീ ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ? ഭാര്യ അടുത്തുണ്ടായിട്ടും അവളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാതെ നിന്നെ കൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്? അതിന് പകരം വീട്ടിയതാണെന്ന് തന്നെ പറഞ്ഞാ മതി. ഇതെടുത്തോണ്ട് പോയി കൊടുക്കടി. കൊണ്ടു കൊടുക്കടി. പിന്നെ ഇത് താഴെയിട്ട് പൊട്ടിക്കുകയോ
വരുൺ കഴിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണങ്ങളും കണ്ടുപിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഏട്ടത്തിയായിരിക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ. ചെല്ല്, കൊണ്ടേ കൊടുക്ക്. ചെല്ല്. വരുണിന്റെ രീതികൾ അറിയാലോ. പ്രതീക്ഷിച്ചിരിക്കുന്ന ടേസ്റ്റിന് മാറ്റം വന്നാ അവന് പിന്നെ ദേഷ്യം നിയന്ത്രിക്കാനേ പറ്റില്ല. മിക്കവാറും അവൻ അവളുടെ മുഖത്ത് തന്നെ എറിയും. അവളിപ്പോ പൂർണ്ണമായിട്ടും നമ്മൾ അനുസരിച്ചു തുടങ്ങി. ഇനിയും അവളെ കൊണ്ട് ചെയ്യിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുണിനെ അവളെയും തമ്മിൽ അകറ്റാനാവുമ്പോ അമ്മ നമ്മളെ ചോദ്യം ചെയ്യില്ല. വാ. അപ്പൊ രാധിക ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ ഇവരുടെ നിർദ്ദേശങ്ങൾ. എന്താ നീ മടിച്ചു നിൽക്കുന്നേ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. താമതിരിട്ട പായസമല്ലേ, ഞാൻ കഴിച്ചോളാം. കൃഷ്ണ, എന്നോട് പൊറുക്കണേ. എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു? ഞാനൊരു പായസം കുടിക്കുന്ന ഇത്ര വലിയ കാഴ്ചയാണ്. വരണത് കുടിച്ചിട്ട് അഭിപ്രായം അറിയാൻ വേണ്ടിയാ ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നത്. രാധികയ്ക്ക് നല്ല കൈപുണ്യമാണല്ലോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. വരുൺ കഴിക്കുന്നേ. ശരി. രാധികേ, താനിതിൽ വിഷം കലക്കിയാലും ഞാനത് ചിരിച്ചുകൊണ്ട് കുടിക്കും. ഇനിയിപ്പോ എന്തായാലും കാണാനുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞല്ലോ.
എല്ലാവർക്കും പിരിയ. പത്മിനി, വരുണിനെ നീ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്നലെ എന്താ ചെറിയമ്മ സംഭവിച്ചത്? അവൻ എങ്ങനെയാ പായസം കുടിച്ചത്? എടുത്തി അതില് മുഴുവൻ ഉപ്പായിരുന്നു. ഒരാൾക്കും അങ്ങനെ അത് കുടിക്കാൻ പറ്റില്ല. അമ്മേ, ഇതിൽ നിന്ന് അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോ? രാധികയോടുള്ള വരുണിന്റെ ഇഷ്ടം കല്ലിൽ കൊത്തിയതുപോലെ. കുറച്ചൊന്നും പണിയെടുത്താ പോരെ നമ്മള്. തൽക്കാലം അവള് രക്ഷപ്പെട്ടു. പക്ഷേ അവളെ നമ്മള് വിടില്ല. നാളെ രാധിക അമ്പലത്തിൽ വരുമെന്ന് ഉറപ്പല്ലേ മാഡം? ഒരുപക്ഷെ ഞാൻ വീട്ടിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നതെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ അവളെ വിളിച്ചത് അവൾക്കിഷ്ടമുള്ള ഭഗവാന്റെ മുന്നിലേക്കാണ്. അതുകൊണ്ട് അവള് വരും. പ്രത്യേക പൂജ നടത്തുന്നതൊക്കെ കൊള്ളാം. എങ്ങനെ ഇക്കാര്യങ്ങൾ മാഡം പ്രാക്ടിക്കലാക്കുമെന്നുള്ളതാണ്. ഒരു പൂജാരി ഒന്ന് കാണണം. കുഞ്ഞുനാൾ മുതൽ കൃഷ്ണഭക്തിയുടെ പേരിൽ അറിയപ്പെടുന്നവൾ. അവൾക്കുള്ള മാർഗം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഭക്തി തന്നെ. നാളെ പൂജ കഴിഞ്ഞ് നല്ല മനസ്സോടെ അവള് നിൽക്കുമ്പോ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നടയിൽ നിർത്തും. ആ നടയിൽ വെച്ച് അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നൊപ്പിട്ട് തരാമോ എന്ന്. അങ്ങനെ ഒരു വാക്ക് തന്നാ അത് അവള് പാലിക്കും. പക്ഷെ മാഡം അതെന്തിനാന്ന് ആ കുട്ടി ചോദിക്കില്ലേ? അപ്പോ ഡീറ്റെയിൽസ് പറയേണ്ടി വരില്ലേ? മാലിനി, അമ്മയ്ക്ക് മക്കളോട് ഒരുപാട് ഡീറ്റെയിൽസ് പറയേണ്ടി വരാറില്ല. പിന്നെ അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് പറയാൻ. അവളുടെ പേരില് ഞാൻ ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്നോ ആ സ്വത്ത് അവളുടെ പേരിലേക്ക് മാറ്റാനാണെന്നോ ഞാനങ്ങ് പറയും. അല്ലെങ്കിൽ അതിലൊരു വിഹിതം ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണെന്ന് പറയും. അതേതായാലും കൊള്ളാവുന്ന ഐഡിയ ആണ് മാഡം. അനാഥക്കുട്ടിയായി വളർന്നതുകൊണ്ട് അനാഥാലയത്തിന് സംഭാവന കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അവൾക്ക്. അത് ഫിക്സ് ചെയ്തോളൂ മാഡം. സിറ്റുവേഷൻ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ മാനസികാവസ്ഥ നല്ലതാണെങ്കിൽ നടയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ കൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പോ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോ ഐശ്വര്യ മാഡം ഒരു കോടീശ്വരിയാ അല്ലേ? ഞാൻ എന്നും കോടീശ്വരിയാണല്ലോ മാലിനി. പണത്തിനോ പദവിക്കോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്റെ സ്വന്തം അല്ലെന്ന് മാത്രം. ഇതെനിക്ക് എഴുതി തന്നു കഴിഞ്ഞാ ഞാൻ തന്നെ അവളോട് പറയും, പർദ്ദയിട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഫിദ മാഡം നിന്റെ അമ്മയാണെന്ന്. ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ ശ്യാമ മാഡത്തിനൊരു നന്ദി അല്ലേ മാഡം? യെസ്, അവൾ കുന്നുകൂട്ടിയ സമ്പത്തിന്റെ മുകളിലാ ഞാൻ യാത്ര ചെയ്തത് മുഴുവൻ. മോളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ശ്യാമ പറയുന്നു. അത് ഞാനങ്ങ് വിട്ടുകൊടുക്കുന്നു. പകരം യഥാർത്ഥ സമ്പത്ത് ഞാനിങ്ങെടുക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. എത്രയും വേഗം നാളെ നേരം വെളുക്കട്ടെ. അവൾക്ക് കൊടുങ്ങാനുള്ള ദിവസമാ നാളെ.